ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങള് വിശ്വസിക്കോ? ഇപ്പോ നമ്മള് ഒരു ഓഫീസിലായിക്കോട്ടെ, എവിടെങ്കിലും ഒരു ഓഡിയൻസിന്റെ ഇടയിലാവുമ്പോ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും ഞാനിവിടെ ഫിറ്റല്ല. ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും. അപ്പൊ ആ ശബ്ദം ഉണ്ടല്ലോ, അത് നമ്മളെ കേരളത്തില് ഓടുന്ന ഓട്ടോറിക്ഷകളിലൊക്കെ ഘടിപ്പിച്ച മീറ്റർ പോലെയാണ്. അത് കേടാണ്. അത് തെറ്റാണ്. പലപ്പോഴും നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കും തോന്നിയിരുന്നു. അപ്പൊ ഞാൻ കോച്ചിങ് തുടങ്ങുമ്പഴേ എനിക്കും ഇതേ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ ആര് കേൾക്കാനാന്ന്. അപ്പോഴാണ് ഒരു ക്ലയന്റ് പറയുന്നത്, "നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ എനിക്ക് ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ തോന്നുന്നു." അപ്പൊ എന്റെ ആത്മവിശ്വാസമില്ലായ്മയായിരുന്നു എന്റെ ആയുധം. അപ്പൊ എനിക്കത് മറ്റുള്ളവരിൽ പെട്ടെന്ന് തിരിച്ചറിയാനും അവരതൊന്ന് പുറത്തു കടക്കാൻ സഹായിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോ ഇനി മുതല് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോ, ഒരു സംശയം വരുമ്പോ, ഞാനിവിടെ ഒന്നും ഫിറ്റാകുന്ന ആളല്ല എന്ന് തോന്നുമ്പഴ് നിങ്ങള് ഒരു കാര്യം ആലോചിച്ചാ മതി. ഇപ്പൊ മമ്മൂട്ടിക്ക് 70+ ആയിന്ന് പറഞ്ഞാ നമുക്ക് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടില്ലേ? അതുപോലെ വിചാരിച്ചാ മതി. അപ്പൊ അത് ജസ്റ്റ് ആ തോട്ട് എന്ന് പറയുന്നത്, ആ ചിന്ത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേടിയാണ്. ആ പേടീനെ ജസ്റ്റ് ഓവർകം ചെയ്യേണ്ട ഒരൊറ്റ കാര്യേ നിങ്ങള് ചെയ്യേണ്ടതുള്ളൂ. അപ്പോ അങ്ങനെ ഇനി വരുമ്പഴ് ആ പേടിനെ ഓവർകം ചെയ്ത് നിങ്ങള് മുന്നോട്ട് വരിക.